സ്നേഹാനന്ദങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിന്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ എക്സ് പെന്റിക്കോസ്റ്റൽസ് എന്ന പേരിൽ കുറെ ചെറുപ്പക്കാർ വന്നിട്ട് പെന്തക്കോസ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, പെന്തക്കോസ്ത് തീവ്രവാദികളുടെ ഒരു സംഘമാണ്, പെന്തക്കോസ്ത് ചെറുപ്പക്കാരെ ബാഹ്യലോകവുമായിട്ടുള്ള ബന്ധമൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു ഉത്യോപ്യൻ ലോകത്ത് ആളുകളെ വളർത്തുന്നവരാണ്, ഇങ്ങനെയുള്ള കുറേ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് വലിയ അന്ധവിശ്വാസവും തടയേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു മതവിഭാഗമാണ് പെന്തക്കോസ്ത് എന്ന പേരിൽ പെന്തക്കോസ്തിനെതിരെ ശക്തമായിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ആളുകൾ ഒത്തിരി സങ്കടപ്പെട്ടു. ചിലരൊക്കെ എന്നോട് പറഞ്ഞു ഈ കുറേ വീഡിയോയുടെ ലിങ്ക് ഇട്ട് തന്നു, എന്നിട്ട് പറഞ്ഞു പാസ്റ്റർ ഇതിനെല്ലാം മറുപടി കൊടുക്കണം. ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് ഞാൻ നേരത്തെ തന്നെ മറുപടിയൊക്കെ കൊടുത്തതാണ്. പക്ഷെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തി ചെയ്ത ഒരു വീഡിയോ എടുത്തിട്ട് അതിനൊരു മറുപടി കൊടുക്കാനല്ല ആഗ്രഹിക്കുന്നത്. മറിച്ച് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ, വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഈ കാലത്ത് ഒത്തിരി എക്സ് പെന്തക്കോസ്റ്റൽസ് അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിട്ടുപോകുന്നവർ എന്തുകൊണ്ടാണ് ഒത്തിരി ഉണ്ടാകുന്നത് എന്നുള്ളത് മാത്രം പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കുറെ ചെറുപ്പക്കാരുടെ വീഡിയോകൾ വരും. ഞാൻ കുറെ കാര്യങ്ങൾ ഈ വീഡിയോകളിൽ ഒബ്സർവ് ചെയ്തു. ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുവാൻ ശ്രമിച്ചു. സൊല്യൂഷൻ എന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ കേവലം ആ ചെറുപ്പക്കാരെ ഉദ്ദേശിച്ച് മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ കുട്ടികൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കൺഫ്യൂഷനിൽ ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടണം, അതിനുവേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒന്നാമത്, എന്തുകൊണ്ട് ആളുകൾ പെന്തക്കോസ്ത് വിട്ടുപോകുന്നു? ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, പെന്തക്കോസ്ത് വിട്ട ആളുകൾ പോകുന്നതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല. പെന്തക്കോസ്ത് ഒരു റിവൈവൽ മൊമെന്റ് ആണ്. ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭ എങ്ങനെയായിരുന്നുവോ അപ്രകാരമുള്ള സഭ പുനഃസ്ഥാപിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായി ഉടലെടുത്ത ഒരു വലിയ പ്രസ്ഥാനം, ഒരു മൊമെന്റ് ആണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. ഇത് ഒരു ഡോക്ട്രിനാണ്. അപ്പോൾ ഈ ഡോക്ട്രിൻ വളരെയധികം കൃത്യമായിട്ട് പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ പാറ്റേണിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പെന്റിക്കോസ്റ്റൽ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു പരിത്യാഗത്തിന്റെ, ആഴത്തിലുള്ള സമർപ്പണത്തിന്റെ ഒക്കെ ആവശ്യമുള്ള ഒരു ഡോക്ട്രിനാണ്. ഈസ്റ്റേൺ ഫിലോസഫി നമുക്കറിയാം. ത്യജിക്കുക എന്ന ഒരു ചിന്തയാണ് ഈസ്റ്റേൺ ഫിലോസഫിയിലുള്ളത്. ഈ ക്രിസ്ത്യാനിറ്റിയും ശരിക്കും ഒരു ഈസ്റ്റേൺ ഫിലോസഫിയാണ് പറയാം. മധ്യപൗരസ്ത്യ ദേശം അല്ലെ, മിഡിൽ ഈസ്റ്റിൽ ഉടലെടുത്ത ഒരു വിശ്വാസ സംഹിത. തന്നെത്താൻ ത്യജിച്ച് കൂശെടുക്കണമെന്നുള്ള ഒരു ചിന്തയുള്ള വിശ്വാസമാണ് ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് തന്നെ സ്വയം ത്യജിക്കുക അല്ലെങ്കിൽ ലോകത്തോട് വേർപെട്ട് നിൽക്കുക എന്നുള്ള പ്രസ്താവനകൾ, പഠിപ്പിരികൾ പെന്റിക്കോസ്റ്റൽ മൂവ്മെന്റിനകത്തുമുണ്ട്. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുക എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു റിവൈവൽ മൂവ്മെന്റ് ആണ്. പരിശുദ്ധാത്മാവിന്റെ അസാധാരണ സാന്നിധ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന മൂവ്മെന്റ് ആണ്. ഈ റിവൈവലും പരിശുദ്ധാത്മ സാന്നിധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പരിത്യാഗത്തിന്റെ ഒരു ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ രണ്ടും കുറഞ്ഞു പോകുമ്പോൾ, ഇല്ലാതെ പോകുമ്പോൾ, പെന്തക്കോസ്തുകാരായ ആളുകൾക്ക് തന്നെ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് തന്നെ ഈ ഡോക്ട്രിൻസ് അവർക്ക് എടുത്താൽ പൊങ്ങാത്ത ഭാരമുള്ള ഒരു വിഷയമായി, ഒരു കല്ലായി മാറുന്നു. അവരതിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അത് ഡോക്ടറിന്റെ പ്രശ്നമല്ല, ആളുകൾക്ക് തനിയെ അത് ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യന്റെ ജഡത്തിന്റെ കപ്പാസിറ്റിയിൽ നിന്ന് ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ആഴത്തിലുള്ള സമർപ്പണമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ അത് ചെയ്യുന്നത്? അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. കൃപയാൽ, ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമാണ് ഈ പറയുന്ന ദൈവിക സ്റ്റാൻഡേർഡ്, ഡിവൈൻ സ്റ്റാൻഡേർഡ്, ഹെവൻലി സ്റ്റാൻഡേർഡിലുള്ള ഒരു ജീവിതമൊക്കെ നയിക്കാൻ പറ്റുന്നത്. ദൈവകൃപയിൽ ആശ്രയിക്കാതെ, പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ജഡത്തിൽ ശ്രമിച്ചവരൊക്കെ
ക്ഷീണിച്ചു പോയിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്. അങ്ങനെ പലരും പെന്തക്കോസ്ത് വിട്ടുപോയിട്ടുണ്ട്. പെന്തക്കോസ്തിന്റെ ആദ്യകാലം മുതൽ തന്നെ ഈ പെന്തിക്കോസ്റ്റൽ വിശ്വാസത്തിൽ വന്ന ആളുകൾ തിരിച്ചു പോയിട്ടുണ്ട്. അതൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല. അയ്യോ, ഇന്നാര് പെന്തക്കോസ്തിൽ നിന്ന് തിരിച്ചുപോയി എന്ന് പറയുമ്പോൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ആ വ്യക്തിക്ക് ഈ ഡോക്ട്രിൻ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിൽ, വേദപുസ്തകം ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്വയം ത്യജിക്കലിന്റെ ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? വളരെ സിമ്പിൾ, ജഡത്തിൽ ശ്രമിച്ചതുകൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹായവും എടുക്കുവാൻ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് വിജയിക്കുവാൻ കഴിയുമായിരുന്നു. യേശുവിന്റെ അടുക്കൽ വന്ന ആളുകൾ പോലും പലരും യേശുവിനെ വിട്ടുപോയെന്ന യോഹന്നാൻ 6-ാം അധ്യായത്തിൽ പറയുന്നത്. യേശുവിന്റെ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഈ ഉപദേശം സ്വല്പം കട്ടി കൂടില്ല, ഒന്ന് സിമ്പിളാക്കി പഠിപ്പിക്കണം. യേശു പറഞ്ഞില്ല, അയ്യോ അബദ്ധം പറ്റി കേട്ടോ, ഇത്രയും കട്ടി കൂട്ടി പഠിപ്പിക്കണ്ടേ. യേശു എന്താ ചോദിച്ചെന്നറിയാം? നിങ്ങൾക്ക് പോകാം, ഈ വഴി ഇടുക്കമുള്ള വഴിയാണ്. പത്രോസ് അതിന് മറുപടിയായിട്ട് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എവിടെ പോകും? അതായിരുന്നു മറുപടി. അപ്പോൾ ഈ മാർഗം ഇത് ഈ പറഞ്ഞതുപോലെ ആഴത്തിലുള്ള സമർപ്പണം ഡിമാൻഡ് ചെയ്യുന്ന മാർഗമാണ്. സ്വയമായി ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഉണർവിന്റെ അന്തരീക്ഷം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ജീവിതത്തിലും സഭയിലും വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ജഡത്തെ ജയിച്ച് ഈ പറഞ്ഞ സമർപ്പിത ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഇടയിലൊക്കെ ഈ കാലത്ത് പരിശുദ്ധാത്മ പ്രവൃത്തി കുറഞ്ഞു പോകുന്നു. ഒരു റിവൈവൽ മൂവ്മെന്റായി ആരംഭിച്ച പെന്തിക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങൾക്കകത്ത് യഥാർത്ഥ ഉണർവ് ഇല്ലാതെ പോകുന്നു. ശബ്ദകോലാഹലം ഉണ്ടാകാം, അതായത് വലിയ ബഹളം ഉണ്ടാക്കിയുള്ള റെമഡിയും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും ബഹളവും അന്യഭാഷ മ്യൂസിക്കിനൊപ്പിച്ച് പാടുകയൊക്കെ ചെയ്യുന്നുണ്ടാകാം. അതൊന്നും ഉണർവല്ല, അതൊക്കെ ഒരു ശബ്ദമലിനീകരണമാണ്. യഥാർത്ഥ ഉണർവ് ഇന്ന് പലയിടത്തും കാണുവാൻ ഇല്ല. അതുകൊണ്ട് തന്നെ ജീവിതങ്ങളെ സ്പർശിക്കുന്ന ഉണർവില്ലാത്തത് കൊണ്ട് തന്നെ ജീവിതങ്ങൾക്ക് പാപബോധം ഉണ്ടാകുന്നില്ല. പാപത്തെ ജയിക്കുവാൻ സ്ട്രഗിൾ ചെയ്യുന്നവർ അവസാനം പരാജയപ്പെട്ട് ഈ ഡോക്ടറിൻ ശരിയല്ല എന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോകുന്ന കാഴ്ച സ്ഥിരമായിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ഡോക്ടറിനിൽ നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം, ഉണർവിന്റെ അന്തരീക്ഷം, നല്ല ദൈവകൃപ ഒക്കെ ആവശ്യമാണ്. അതിൽ ശരണപ്പെടാതെ പലരും പരാജയപ്പെടുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, പെന്തക്കോസ്ത് വിട്ടുപോകുന്നവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത്? അതിനും ഒന്നിലധികം കാരണം. ഞാൻ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു. അതായത് ഈ ചെറുപ്പക്കാരൊക്കെ കുറെ നാളായിട്ട് യൂട്യൂബിലൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്നവരാണ്. പുതിയ ആളുകളൊന്നുമല്ല, വർഷങ്ങളായിട്ട് ഇവർ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരാണ്. അന്ന് പല കാര്യങ്ങളും പറഞ്ഞ് ഈ വീഡിയോ ഒക്കെ ഇട്ടു, വലിയ റേഞ്ച് ഒന്നും കിട്ടിയില്ല. പിന്നെ ഈ അടുത്ത സമയത്ത് അവർക്ക് ഒരു കാര്യം മനസ്സിലായി, പെന്തക്കോസ്റ്റുകാർക്കെതിരെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ട്രെൻഡിങ് ആകും, ആളുകൾ കൂടുതൽ കാണും, അവരുടെ യൂട്യൂബിൽ വരുന്ന സബ്സ്ക്രിപ്ഷൻ കൂടും, വ്യൂ കൂടും, ഒപ്പം വരുമാനവും കൂടും. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവം പെന്തക്കോസ്റ്റുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് 2 വീഡിയോ ഇടുക. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ആളുകൾ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ താഴെ ചെന്നിട്ട് ഒന്നിൽ അവനെ ശാസിക്കും, അവനെ കുറ്റം പറയും, അല്ലെങ്കിൽ മോനെ നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദൈവം നിന്നെ രക്ഷിക്കപ്പെടാ എന്നൊക്കെ കമന്റ് ഇടും. അവൻ ഒളിച്ചിരിക്കുക. കാരണം ഈ കമന്റ് നമ്മൾ ഇടുമ്പോൾ നമ്മളെന്താ ഓർക്കുന്നത്, ഈ കമന്റ് അവനെ ഗുണം പിടിപ്പിക്കുക. പക്ഷെ അവൻ എന്താണ് ഉള്ളിച്ചിരിക്കുന്നതെന്നറിയോ? വന്നത് 90% നെഗറ്റീവ് കമന്റ് ആണെങ്കിലും യൂട്യൂബിന് ഒരു പ്രശ്നമുണ്ട്. കമന്റുകൾ എത്രയും കൂടുതൽ വരുന്നു യൂട്യൂബ് ചിന്തിക്കും, അല്ലെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം എന്ന് പറയും. യൂട്യൂബിന്റെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്. യൂട്യൂബിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് കൂടുതൽ കമന്റുകൾ കിട്ടുന്ന വീഡിയോ, കൂടുതൽ ലൈക്കും ഡിസ്ലൈക്കും കിട്ടുന്ന വീഡിയോ, ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന വീഡിയോ ആണ്. അവരതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. അതായത് യൂട്യൂബ് തന്നെ ആ വീഡിയോയെ കൂടുതൽ ആളുകളിൽ എത്തുവാൻ സഹായിക്കും. അത്ര നല്ല വീഡിയോ ആണെങ്കിലും കമന്റും ലൈക്കും ഒന്നും ഇല്ലെങ്കിൽ യൂട്യൂബ് വർക്ക് ചെയ്ത് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത വീഡിയോ.
അപ്പൊ ശരിക്കും നമ്മൾ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ വീഡിയോ കൂടുതൽ പ്രചരിപ്പിക്കാൻ നമ്മൾ സഹായിക്കുകയാണ്. അങ്ങനെ വീഡിയോ കണ്ടമാനം അങ്ങ് പ്രചരിക്കും. അവർക്ക് വേണ്ടതും അതാണ്. അവരുടെ വീഡിയോ നന്നായിട്ട് ഓടണം. അപ്പൊ ഇതൊരു പാറ്റേൺ ആണ്. അതായത് പെന്തക്കോസ്റ്റുകാരെ രണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുക. ആളുകൾ ഇതങ്ങ് ഏറ്റെടുക്കുക. നമ്മുടെ ആളുകൾ തന്നെ അങ്ങ് ഷെയർ ചെയ്യും. അവർക്കതാ വേണ്ടത്. ഇനി പെന്തക്കോസ്റ്റുകാരെ കുറ്റം പറയേണ്ട, പെന്തക്കോസ്റ്റുകാരെ പുകഴ്ത്തിക്കൊണ്ട് അനുകൂലിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്താലും നമ്മുടെ ആളുകൾ അത് ഏറ്റെടുക്കും, ഷെയർ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ചില ചാനലുകളുണ്ട്. അതായത് എക്സാഗ്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയാം. ഇവിടെ ഭയങ്കര ഉണർവുണ്ടാകും, ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിനെ സ്വീകരിക്കുന്നു എന്നൊക്കെ ടൈറ്റിൽ കൊടുത്തിട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ വീഡിയോ കയറി അങ്ങ് കണ്ട് നമ്മളങ്ങ് സന്തോഷിക്കും. ഹാഫ് ട്രൂത്ത്സ് ആണെന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതൊക്കെ യൂട്യൂബിന്റെ അകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരുടെ ഒരു ട്രിക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ അവര് ബേസിക്കലി ഇത്തരം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം അവരുടെ ചാനൽ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വളർത്തുക എന്നുള്ളതാണ്. ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. പണ്ടത്തെ കാലത്ത് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും വിശ്വാസം വിട്ടുപോയാൽ ആ വ്യക്തി ആ പോയ വഴിക്ക് അങ്ങ് പോവുകയാണ്. ഇങ്ങനെ അധികം പ്രചരണത്തിന് ഒന്നും പോകത്തില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് അവർക്കൊക്കെ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം ആശയങ്ങൾ എത്തുന്നു. ഈ എക്സ് പെന്തക്കോസ്റ്റൽസ് എന്ന് പറയുന്നത് പുതിയ സംഭവമൊന്നുമല്ല, പണ്ട് മുതലേ ഉണ്ട്. എത്രയോ പേരാണ് പെന്തക്കോസ്റ്റ് വിട്ടുപോയിട്ടുള്ളത്. എനിക്ക് അറിയാം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങളുടെയൊക്കെ ചർച്ചിൽ ശുശ്രൂഷിച്ച ഒരു ദൈവദാസൻ, ഒരു സെൻട്രൽ പാസ്റ്റർ വരെയായ, എനിക്കറിയാവുന്ന പലരെ സ്നാനപ്പെടുത്തിയത് അദ്ദേഹമാണ്. ആ ദൈവദാസൻ പിന്മാറിപ്പോയി, അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് വിട്ടു. അങ്ങനെ എത്രയോ പേരുണ്ട്. എൻ്റെ കൂടെ വേദിയിൽ ശുശ്രൂഷിച്ചവർ ഇന്ന് പെന്തക്കോസ്റ്റിൽ ഇല്ല, അവർ പെന്തക്കോസ്റ്റ് വിട്ടുപോയ ആളുകളുണ്ട്. അപ്പൊ ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. പിന്നെ നമ്മുടെ ചെറുപ്പക്കാർ പെന്തക്കോസ്റ്റിനോട് അകലാനുള്ള മറ്റൊരു കാരണം കൊണ്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ ആദ്യം, ഇതൊരു ഉണർവ് പ്രസ്ഥാനമാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമാണ് ജഡത്തെ ജയിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്നത്. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പറ്റുന്നൊരു പ്രശ്നമുണ്ട്. മാതാപിതാക്കളൊക്കെ ഈ വിശ്വാസം സ്വീകരിച്ച് വിശ്വാസത്തിന് വേണ്ടി ചുവടുകൾ വെക്കും. കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങളൊന്നുമില്ല. അപ്പനും അമ്മയും പെന്തക്കോസ്റ്റിലായതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ പെന്തക്കോസ്റ്റ് വിശ്വാസം സ്വീകരിക്കുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ ജഡികമാകുന്ന കുറെ നിയമങ്ങൾ, തുടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്ന നിയമങ്ങൾ മാത്രമാണ് അവർ കേൾക്കുന്നത്. ഈ നിയമങ്ങൾ, ഈ വചനത്തിന്റെ വ്യവസ്ഥകൾ പാലിക്കണമെങ്കിൽ അത് ജഡത്തിന്റെ ശക്തി കൊണ്ട് കഴിയില്ലെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ അസാധാരണ പ്രവൃത്തിയും ഒരു ഉണർവിന്റെ അന്തരീക്ഷമൊക്കെ ഉണ്ടാകണം. അതൊന്നും ഇല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ ഈ നിയമങ്ങൾ പാലിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് വെറും ജഡിക നിയമങ്ങളാകുന്നു. ആത്മാവിന്റെ സാന്നിധ്യമില്ല. കുഞ്ഞുങ്ങൾ, അവർക്കത് വലിയ സ്ട്രഗിൾ ആകുന്നു, അവർക്കത് വലിയ പരീക്ഷയാകുന്നു, അവർ ക്ഷീണിക്കുന്നു, അവർ ഈ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും പാസ്റ്റേഴ്സിന്റെ മക്കൾ. ഞാനൊരു ദേവദാസന്റെ മകനാണ്. എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളോട് പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആസ് എ പാസ്റ്റേഴ്സ് കിഡ്, ഒരു ദൈവദാസന്റെ മകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അപ്പനും അമ്മയും ആഴത്തിലുള്ള സമർപ്പണത്തോടു കൂടിയാണ് ഒരു ശുശ്രൂഷ ജീവിതമൊക്കെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ ആ തീരുമാനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ ത്യജിക്കേണ്ടി വരുന്നു. കാരണം അപ്പൻ്റെ കയ്യിൽ അവരാഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള പണമില്ല. ഒരുപക്ഷെ വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള അവരുടെ ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിൽ എപ്പോഴും പാസ്റ്ററുടെ മകൻ, പാസ്റ്റർ മകൾ എന്ന കണ്ണോടുകൂടിയുള്ള ഒരു ആളുകളുടെ നോട്ടം, അതെന്തോ വലിയ കുറച്ചിലാണെന്നുള്ള വിധത്തിൽ സ്വസമുദായം പോലും സംസാരിക്കുമ്പോൾ, അതായത് നമ്മുടെ ആൾക്കാർ പോലും പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ എന്തോ ഈ പറഞ്ഞതുപോലെ അല്ലെ. പ്രത്യേകിച്ച് ഈ കാലത്ത് കൂടുതലും ദേവദാസന്മാർക്കെതിരെയുള്ള ഒത്തിരി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. അതായത് വേറൊരു പണിയില്ലാത്തത് കൊണ്ട് ഇറങ്ങിയവർ
നിനക്കൊക്കെ അധ്വാനിച്ച് ജീവിച്ചുകൂടെ? ഇത് ചോദിക്കുന്നത് പുറത്തുള്ളവരല്ല, അകത്തുള്ളവർ തന്നെ. ഈ കാലത്ത് ഒരാൾക്കൊരു പാസ്റ്ററായിട്ട് തീരുമാനമൊക്കെ എടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊരു അപമാനത്തിന്റെ മാർഗമാണ്, ഇതൊരു നിന്ദയുടെ മാർഗം. പെന്തക്കോസ്തിൽ ഒരു പാസ്റ്റർ ആകുക എന്ന് പറഞ്ഞാൽ നിന്ദയുടെ മാർഗമാണ്. ഈ വേദോസം പറയുന്നുണ്ട്, ഈ കർത്താവ് നിർബന്ധിക്കുന്നത് കൊണ്ട് നമ്മളങ്ങ് സമ്മതിക്കുകയാണ്. കർത്താവിന്റെ നിർബന്ധം സഹിക്കാതാണ് പലരും ജോലി ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വേല ഏറ്റെടുക്കുന്നത്. വളരെ വലിയ നിർബന്ധത്തിന്റെ നിമിത്തമാണ്. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. അവർ ചിന്തിക്കുമ്പോൾ ഈ അപമാനത്തിന്റെ മാർഗം എന്തിനാ എന്റെ പിതാവ് തിരഞ്ഞെടുത്തത്? അവർക്കതുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ നടക്കുന്നില്ല. എപ്പോഴും ആ കണ്ണുകളോട് കൂടിയാണ് ആളുകൾ കാണുന്നത്. അവരുടെ ക്യാമ്പസിൽ, സ്വന്തം സഭയിൽ പോലും പാസ്റ്റർ മകൻ, പാസ്റ്റർ മകൾ എന്ന വിളി, മിസ്റ്ററുടെ മകനെ എന്ന വിളി, അത് കുഞ്ഞുങ്ങളെ മാനസികമായിട്ട് ഒത്തിരി ഹനിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് ഈ കുഞ്ഞുങ്ങൾ ആത്മീക ഒരു ഒരു ബലത്തിൽ നിൽക്കണമെങ്കിൽ അസാധാരണമാകുന്ന ഒരു ദൈവപ്രവൃത്തി ഈ കുഞ്ഞുങ്ങൾ കാണണം. നല്ല സ്പിരിച്വൽ എൻകൗണ്ടർ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, പലപ്പോഴും ഞാൻ ഈ എക്സ് പെന്റിക്കോസ്റ്റൽസ് എന്ന് പറഞ്ഞ് ഇന്ന് വരുന്ന പല ചെറുപ്പക്കാരുടെയും ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെക്ക് ചെയ്തു. എനിക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവരുടെ കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പറയുന്നത് പോലെ ഉണർവിന്റെ ഒരു അന്തരീക്ഷമോ അല്ല എങ്കിൽ ഈ പറഞ്ഞ പെന്റിക്കോസ്റ്റൽ ഡോക്ട്രിൻ പേരിന് മാത്രം ഉണ്ടായിരുന്ന വ്യക്തികളാണ്. പൊതുവിൽ എല്ലാവർക്കും ഗുണത്തിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്, പല എക്സ് പെന്റിക്കോസ്റ്റൽ ചെറുപ്പക്കാരും അങ്ങനെ ഒരു വഴിയിലേക്ക് പോകാനുള്ള ഒരു കാരണം, അവരുടെ വീട്ടിൽ ഈ പെന്തക്കോസ്റ്റ് ഒന്നും അവർ കണ്ടിട്ടില്ല. വെറുതെ വാഗോട്ട് പെന്തക്കോസ്റ്റ് പറയുമെങ്കിലും അകത്ത്, കുടുംബത്തിന്റെ അകത്ത് ഈ ആത്മീയന്തരീക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മക്കളാണ് നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. വെളി വരുമ്പോൾ നമ്മൾ വലിയ പെന്തക്കോസ്റ്റുകാരായിരിക്കും, പക്ഷെ വീട്ടിന്റെ അകത്ത് അപ്പൻ അമ്മ ആരാണ്, അവരുടെ സംസാരം, അവരുടെ ജീവിതശൈലി, അവരുടെ വിശ്വാസങ്ങൾ എന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ ഹിപ്പോക്രസി, ഈ കാപട്യം കുഞ്ഞുങ്ങൾ വേഗത്തിൽ തിരിച്ചറിയുന്നു. അവർക്ക് നമ്മളോട്, നമ്മുടെ വിശ്വാസത്തോട് എതിർപ്പ് തോന്നുന്നു, അവർ വിട്ടുപോകുന്നു. ഇതാ പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളെയാണ്. നാം നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരും ആത്മീക അനുഭവങ്ങളുള്ളവരുമായി നിലനിന്നില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകും. ലോത്തിന്റെ അനുഭവമാണ് പലപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്. പെന്തക്കോസ്റ്റിന്റെ ഒന്നാം തലമുറ ശരിക്കും പെന്തക്കോസ്റ്റിനെ അനുഭവിച്ചവരാണ്. അതിന്റെ അനുഗ്രഹം രണ്ടാം തലമുറയ്ക്ക് കിട്ടി. പക്ഷെ രണ്ടാം തലമുറ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ലോത്ത് തിരഞ്ഞെടുത്തതുപോലെ നീരോട്ടമുള്ള ദേശങ്ങൾ തിരഞ്ഞെടുത്തു, അങ്ങോട്ടൊക്കെ പോയി. ഈ സെക്കൻഡ് ജനറേഷൻ പെന്തക്കോസ്റ്റൽസിന്റെ ഒരു അനുഗ്രഹവും ഒരു പ്രശ്നവും എന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം വഴികളെ തുറന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ദൈവം തുറന്ന ആ വഴികൾ അവർ ഭൗതികതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് മൂന്നാം തലമുറ ദൈവത്തെ അനുഭവിച്ചില്ല. വീട്ടിൽ അല്ലലൊന്നുമില്ലല്ലോ, കുറവൊന്നുമില്ലല്ലോ. പിന്നെ കണ്ടുവരുന്നത് രണ്ടാം തലമുറയിലെ ലോത്തിനെയാണ്. അതുകൊണ്ട് മൂന്നാം തലമുറ വിശ്വാസത്തിൽ നിന്ന് ഒത്തിരി അങ്ങ് ദൂരെ പോയി. സഭകൾക്കും ഇതിനകത്തൊരു വലിയ പങ്കുണ്ട് കേട്ടോ. നമ്മുടെ സഭകളിലെ സഭാരാഷ്ട്രീയം, തമ്മിലടി, ഇതൊക്കെ കുഞ്ഞുങ്ങളെ നമ്മളിൽ നിന്ന് ഒത്തിരി അകറ്റി. ഈ ഹിപ്പോക്രസി കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലായി. പണ്ട് ഒരു വീട്ടിൽ കുട്ടികളെല്ലാം കൂടി സഭായോഗം കളിക്കുകയാണ്. ഈ വീട്ടിൽ പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു, കഞ്ഞിയും കറിയും ഉണ്ടാക്കി കളിക്കുന്ന കളിയൊക്കെ ഇല്ലേ, അതുപോലെ സഭായോഗം കളിക്കുക. ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ പെങ്ങളും ഒക്കെ കൂടി സഭായോഗം നടത്തിയിട്ടുണ്ട്. ഇമിറ്റേറ്റ് ചെയ്യുക പാസ്റ്ററിനെ. അങ്ങനെ കുഞ്ഞുങ്ങൾ സഭായോഗം കളിക്കുക കേട്ടോ. സങ്കീർത്തനം വായിച്ചു, ഒരു മോൻ പ്രസംഗിച്ചു, പാട്ടുപാടി, സ്വതാഴ്ച എടുത്തു, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ ആസ്വാദം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ കൂട്ടത്തല്ല. അപ്പനും അമ്മയും ചോദിച്ചു, ഇതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത് സഭായോഗം കഴിഞ്ഞിട്ട്? അപ്പം പറഞ്ഞു, അതല്ല ചർച്ച നടക്കുന്നത്, കുഞ്ഞുങ്ങൾ കണ്ടിട്ടുള്ളതാ. സഭായോഗം പൂർണ്ണമാകണമെങ്കിൽ ആശീർവാദം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ലഹള, പണ്ട് പറഞ്ഞത്, പണ്ട് കൈ കൊടുത്തത്, പണ്ട് സംസാരിച്ചതൊക്കെ പറഞ്ഞ് ഒരു അടി ഉണ്ടാക്കണം എന്നുള്ളത് പല ചർച്ചകളുടെയും പതിവാണ്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കരുത്, പാസ്റ്റർ ഈ പെന്തക്കോസ്റ്റിനെ ഇത്ര കൊച്ചാക്കി പറയുകയാണ്. ഇതൊക്കെ മാറ്റം വന്നില്ല എങ്കിൽ എക്സ് പെന്തക്കോസ്റ്റൽസ് ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പെരുകും. കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജഡത്തിന്റെ പ്രമാണങ്ങൾ കൊണ്ട്
തുടരുത്, പിടിക്കരുത് എന്ന ജഡിക നിയമങ്ങൾ കൊണ്ട് പെന്തക്കോസ്തിന് നിലനിൽക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പണ്ട് ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ ഇടയിൽ ഉണ്ടായേ മതിയാകത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ സഭകളിലുണ്ടോ? വളരെ കുറവാണ്. അന്യഭാഷ പറയുന്നുണ്ടാകാം. അത് പഠിച്ചു വെച്ചിരിക്കുന്ന അന്യഭാഷ അതുപോലെ അങ്ങ് പറയുന്ന ആളുകളാണ്. ഞാന് നാട്ടിൽ പോയപ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു സഭായോഗം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ആത്മീക അന്തരീക്ഷമില്ലാത്ത ഒരു സഭായോഗം. എന്നെ പോലുള്ള ഒരാൾക്ക് അതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നല്ലൊരു ആത്മീക അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചൊക്കെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ ഡെഡായിട്ടുള്ള ഒരു ചർച്ചിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, ഒരു മീനിനെ എടുത്ത് കരക്കിട്ടത് പോലുള്ള അവസ്ഥ. ഇത് പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ, സൗദി അറേബ്യയിലൊക്കെ ആരാധിച്ചിട്ട് നാട്ടിലെ വന്ന് ആരാധനയ്ക്ക് ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥ അവര് തന്നെ അതിന് സാക്ഷ്യം പറയും. പല പെന്റിക്കോസ്റ്റൽ സഭകളും ഈ പറഞ്ഞ പരിശുദ്ധാത്മാ സാന്നിധ്യത്തിന്റെ കാര്യത്തിൽ ഡെഡ് ചർച്ചസ് ആണ്. ഞാൻ കണ്ട ആ സഭായോഗം ഇതുപോലൊരു ചടങ്ങാരാധന ഞാൻ കണ്ടിട്ടില്ല. ആദ്യം കുറെ പാട്ടുകൾ പാടി, ആ പാട്ടെല്ലാം സ്ഥിരമാകട്ടെ, ഇന്ന പാട്ട്, ആദ്യത്തെ പാട്ട് ഇന്ന പാട്ടായിരിക്കണം. മാരാമൺ കൺവെൻഷനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ പാടി തുടങ്ങണം എന്ന് പറയുന്ന പോലെ നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ ഇന്ന പാട്ട് പാടി തുടങ്ങണമെന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കുക, അല്ലെങ്കിൽ അത് ചടങ്ങാണ്. എന്നിട്ട് പാട്ടെല്ലാം കഴിഞ്ഞിട്ട് പാസ്റ്റർ സങ്കീർത്തനം വായിച്ചു. സങ്കീർത്തന വായന ഏതാണ്ട് ഒരു 40-50 മിനിറ്റ് പ്രസംഗമായി നീണ്ടുപോയി. ഗസ്റ്റ് പാസ്റ്ററായിട്ട് ഞാൻ അവിടെ ഉണ്ട് കേട്ടോ, എന്നോട് ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റർ പറയുന്നുണ്ട് ഇന്ന് നമുക്ക് അതിഥി ദേവദാസനുണ്ട്, അദ്ദേഹത്തിന് കൂടുതൽ സമയം കൊടുക്കണം. അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് ഇവരെല്ലാം കൂടെ വെട്ടിച്ചുരുക്കി എനിക്ക് കുറച്ച് കൂടുതൽ സമയം തരും. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടല്ല പറഞ്ഞത് കേട്ടോ. ഒരു ടിപ്പിക്കൽ പെന്റിക്കോസ്റ്റ് ആരാധനയെ കുറിച്ചാണ് പറഞ്ഞത്. ഈ 50 മിനിറ്റ് പാസ്റ്റർ എന്തൊക്കെയോ പ്രസംഗിച്ചിട്ട് സാക്ഷ്യത്തിന് സമയം കൊടുത്തു. സാക്ഷ്യത്തിന് ഏതാണ്ട് 1 മണിക്കൂർ സമയം. ഞാൻ ഞെട്ടിപ്പോയി. ഇന്നും കേരളത്തിൽ ഇങ്ങനെയുള്ള സഭകളുണ്ട്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ 1 മണിക്കൂർ സ്റ്റേജിൽ ആ പാസ്റ്റർ സാക്ഷ്യത്തിന് സമയം കൊടുത്തത് കണ്ടു ഇരിക്കുന്നു. ആ ഭിത്തിയിലോട്ട് ചാരി ഇരുന്ന് അദ്ദേഹം കണ്ണുകൾ അടച്ചു. ഉറങ്ങുകയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇടയ്ക്ക് തലയാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ധ്യാനിക്കുകയായിരിക്കാം. ഏതാണ്ട് ഒരു 50 മിനിറ്റ്, 1 മണിക്കൂർ അദ്ദേഹം അവർ ധ്യാനിച്ചുകൊണ്ടിരുന്നു. സഭാവിശ്വാസികൾ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് പ്രബോധനം പറയാൻ തുടങ്ങി. സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് ആദ്യത്തെ പ്രബോധനം. ഒരു സഹോദരി എഴുന്നേറ്റിട്ട് സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വിഷയമുണ്ട് കേട്ടോ, ആ വിഷയത്തെ പിടിച്ചുകൊണ്ട് ഒരു വചനം പറഞ്ഞു. അടുത്ത സഹോദരി എഴുന്നേറ്റ് അതിന് മറുപടി കൊടുത്തു. പിന്നെ സഹോദരന്മാരുടെ ഭാഗം, സഹോദരന്മാർ ഇതിനെല്ലാം കൂടെ മറുപടി കൊടുക്കാൻ തുടങ്ങി. ഈ പാസ്റ്റർ ഒന്നും അറിയാതെ ഇങ്ങനെ ആടി അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് സത്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരണം തോന്നി. 50 മിനിറ്റ്, 1 മണിക്കൂറോളം പ്രബോധനം എന്ന പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, പ്രസംഗിച്ചു, അല്ലെങ്കിൽ മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഇത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാസ്റ്റർ കണ്ണു തുറന്നു, എഴുന്നേറ്റു, സ്തോത്രകാഴ്ച ഇട്ടു, പ്രസംഗിക്കാൻ എനിക്ക് സമയം തന്നു. ഞാൻ അന്നിവിടെ എഴുന്നേറ്റ് പ്രസംഗിച്ചു. എൻ്റെ മനസ്സ് തകർന്ന പ്രസംഗിച്ചത്. ഞാൻ എന്താ പ്രസംഗിച്ചെന്നറിയോ? എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ സഭയിലുള്ള ചില പ്രശ്നങ്ങൾ എന്നെ എങ്ങനെ ബാധിച്ചു, ഞാൻ എന്തുകൊണ്ട് ആ കാലത്ത് പിന്മാറ്റത്തിലേക്ക് പോയി എന്നൊക്കെ വിവരിക്കുന്ന ഒരു പ്രസംഗമാണ് നടത്തിയത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ചർച്ചിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ പേരിൽ എൻ്റെ കുഞ്ഞു മനസ്സിൽ വന്നൊരു ചിന്തയാണ് കേട്ടോ. അതായത് അന്നത്തെ പാസ്റ്റർ പരസ്യമായിട്ട് എന്നെ അപമാനിച്ചു എന്ന തോന്നലുണ്ടായപ്പോൾ, കൊച്ചുകുട്ടിയാ, 4ലോ 5ലോ അങ്ങോട്ട് പഠിക്കുന്ന ഒരു സമയമാണ്. ചെറിയൊരു വിഷയം, സൺഡേ സ്കൂളിലെ ഒരു ചെറിയ വിഷയം, മറ്റൊരു കുട്ടിയുടെ ബുക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി, അത് കളഞ്ഞുപോയി. സഭാ മധ്യത്തിൽ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് എവിടെയാണ് ആ ബുക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് പാസ്റ്റർ ശാസിച്ചപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ആ ചർച്ച വിട്ട് ഞാൻ ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ, എൻ്റെ യാത്രയിൽ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണെന്നറിയാം? ഒരു തോക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ പാസ്റ്ററെ വെടിവെച്ച് കൊല്ലണമായിരുന്നു. കുഞ്ഞു മനസ്സിലെ ചിന്തയാ. കാരണം ഞാൻ അപമാനിക്കപ്പെട്ടു. അങ്ങനെ ആയിരുന്നോ എന്നെ അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടത്? പിന്നെ എന്തായാലും അടുത്ത ആഴ്ച എൻ്റെ മമ്മി വേറൊരു നോട്ട് ബുക്ക് വാങ്ങിച്ച്, വേറെ ആരുടെ ബുക്ക് വാങ്ങിച്ച് ആ മറ്റേ കുഞ്ഞിന്റെ വാക്യങ്ങളും നോട്ടും എല്ലാം എഴുതി ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ ആ പ്രശ്നം അവസാനിച്ചത്. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ നല്ല പാസ്റ്റർമാരുണ്ട് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട നല്ലൊരു വീഡിയോ ആണോ ഒരു പിക്ചറാണോ, ഇൻസ്റ്റഗ്രാമിലോ മറ്റോ ഒരു കുട്ടി പോസ്റ്റ് ചെയ്തിരിക്കുക, ഞങ്ങളുടെ പാസ്റ്ററുകൾ ഞങ്ങളോടൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നു. കൊള്ളാം കേട്ടോ. അപ്പോൾ ചില പെന്തക്കോസ്തുകാർ പറയും, ഏത് ഈ
പാരമ്പര്യമുള്ളവർ പറയും, മാസ്റ്റർമാരെ ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ പറ്റുമോ? എന്റെ പൊന്നു ദൈവമക്കളെ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ അവരോട് സഹകരിക്കുകയും അവരോട് സംസാരിക്കുകയും അവരെ ചേർത്ത് പിടിച്ചു നിർത്തുകയും ഒക്കെ ചെയ്യണം. ഈ പറഞ്ഞതുപോലെ എന്നെ പബ്ലിക്കലി സഭാമധ്യേ വെച്ച് പൊതുവിസ്താരം നടത്തിയതുപോലെ വിസ്താരം നടത്തുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകും. ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരുന്നത് അതിൻ്റെ ഒരു മറുഭാഗമുണ്ട്. എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ഒരു നല്ല ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ഒരു അന്തരീക്ഷം എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് അവർ എന്നെ കാണിച്ച വഴി സത്യമാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ മടങ്ങി വന്നു. ഞങ്ങളുടെ ചർച്ചിലെ കുട്ടികളുടെ കൂടെ ഫുട്ബോൾ കളിക്കാം. എല്ലാ ഇടവേളകളിലും ഞങ്ങളുടെ കുട്ടികൾ ബോംബെയിലാണല്ലോ, മൈതാനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ടർഫ് വാടകയ്ക്ക് എടുക്കും, ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും. ഞാനും അവരുടെ കൂടെ പോയി കളിക്കും. അതുകൊണ്ട് എന്താ, എൻ്റെ കുട്ടികൾക്ക് എന്നോടൊരു നല്ല അടുപ്പമുണ്ട്. അവരെന്നെ കാണുന്നത് പാസ്റ്റർ, വേറെ ഒരു ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ എന്നല്ല, അവരിൽ ഒരാളായി കണ്ട് അവരുടെ സങ്കടങ്ങൾ, അവരുടെ വേദനകൾ എന്നോട് പങ്കുവെക്കുന്നു. അവർ പലരും എന്നോട് പറയുന്നുണ്ട്, പാസ്റ്റർ ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവിനെ പോലെ, ഡാഡിയെ പോലെ കേട്ടോ. അതുകൊണ്ട് പാസ്റ്ററോട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ഒരു പേടിയില്ല. അങ്ങനെയുള്ള അന്തരീക്ഷങ്ങളൊക്കെ നമ്മുടെ സഭകൾക്കകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ അങ്ങ് ആഗ്രഹിച്ചു പോവുകയാണ്. കുറെ കാര്യങ്ങൾ പറയാൻ. സൊല്യൂഷൻ ഞാൻ പറഞ്ഞു, നല്ല ആത്മീക അന്തരീക്ഷങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. ചർച്ചിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബങ്ങൾ നോഹയുടെ വിജയോടെ, നോഹയുടെ മക്കൾ ആരും നോഹയെ വിട്ടുപോയില്ല. കാരണം നോഹ ജനുവനാണെന്ന് നോഹയുടെ മക്കൾക്ക് അറിയാമായിരുന്നു. ആ വിധത്തിൽ നാം നമ്മുടെ വീട്ടിൽ ജനുവനായി വിശ്വാസ ജീവിതം നയിക്കണം. ലോത്തായി മാറരുത്, നോഹയായിട്ടേ മാറാവുള്ളൂ നമ്മുടെ വീട്ടിൽ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തി. ഞാൻ പറഞ്ഞില്ലേ, പലരും എക്സ് പെന്റിക്കോസ്റ്റൽസ് ആയി പോയിട്ടുണ്ട്, പിന്മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ അവരിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ അല്ല എങ്കിൽ പ്രാർത്ഥിച്ച അപ്പന്റെയും അമ്മയുടെയും മക്കൾ ഏതെങ്കിലും കാലത്ത് മടങ്ങി വന്നിട്ടുണ്ട്. അതിനൊരു നല്ല ഉദാഹരണമാണ് മദ്രാസിലെ മോൻ എന്നറിയപ്പെട്ട റെനി ജോർജ്. റെനി ജോർജ് ഒരു അറിയപ്പെടുന്ന ദേവദാസന്റെ മകനായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ യൗവന പ്രായത്തിൽ ഈ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്നൊക്കെ ദൂരെ പോയെങ്കിലും മടങ്ങി വന്നു. റെനി ജോർജ് മാത്രമല്ല, ഉപദേശിയുടെ മകൻ എന്ന് പറയുന്ന ഒരു മൂവി നിങ്ങളിൽ എത്ര പേരത് കണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നോക്കി, യൂട്യൂബിൽ ആ മൂവി അവൈലബിൾ ആണ്. ഒന്ന് കാണണം. പെന്തക്കോസ്തുകാർ മൂവി കാണാമോ എന്ന് ചോദിക്കുന്നവർ ആ മൂവി ഒന്ന് കാണും. ഉപദേശിയുടെ മകൻ, പെന്തക്കോസ്ത് കഥയാണ് കേട്ടോ. ജോർജ് മത്തായി CPA എന്ന് പറയുന്ന ആ കർത്താവിന്റെ ദാസൻ, അദ്ദേഹത്തിന്റെ ശരിക്കും ആത്മകഥയാണ് ആ മൂവി. കല്ലട മത്തായി ഉപദേശി എന്ന് പറയുന്ന അനുഗ്രഹീതനാകുന്ന ദേവദാസന്റെ മകൻ, ആ മകൻ ചെറിയ പ്രായത്തിൽ ഉപദേശിയുടെ മകനെ എന്ന വിളി കേട്ട് വളർന്നു വന്നവനാണ്. ഈ ഉപദേശിയുടെ മകനായതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന നിന്ദകളും പീഡാനുഭവങ്ങളും ഒക്കെ പെന്തക്കോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ ഒരു എക്സ് പെന്തക്കോസ്റ്റുകാരനാക്കി മാറ്റി. പക്ഷേ കല്ലട മത്തായിച്ചന്റെ മകനല്ലേ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. ആ തിരിച്ചുവരവിന്റെ കഥയാണ് ഉപദേശിയുടെ മകൻ എന്ന ആ ഒരു മൂവിയിലുള്ളത്. പെന്തക്കോസ്റ്റുകാർക്ക് കാണാൻ പറ്റുന്ന മൂവിയാണ് കേട്ടോ. ഞാൻ മൂവി കാണാനൊന്നും റെക്കമെൻഡ് ചെയ്തതല്ല. ഈ മൂവി പെന്തക്കോസ്റ്റുകാർക്ക് കാണാൻ പറ്റുന്ന മൂവിയാണ്. തിയേറ്ററിൽ നിന്നും അധികം ഓടി വിജയിക്കുന്ന മൂവി അല്ല ഇത്. കാരണം ഇത് പെന്തക്കോസ്ത് മൂവി. ഇതിനകത്തുള്ളത് ഒരു ആത്മീക സന്ദേശമാണ്. ഈ മൂവി കണ്ടാലും കുഴപ്പമില്ല, കാണണം. ഒരു വാക്കൂടെ പറയാം, ഈ പറഞ്ഞ എക്സ് പെന്തക്കോസ്തുകാർ ചെറുപ്പക്കാർ, അവരിൽ പലരും നാളെ ഒരു കാലത്ത് മടങ്ങി വന്ന് നല്ല സാക്ഷികളായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. റെനി ജോർജിന് മടങ്ങി വരാൻ പറ്റുമെങ്കിൽ ഈ ചെറുപ്പക്കാർക്കും മടങ്ങി വരാൻ സാധ്യതയില്ലേ? പക്ഷെ ഒരു ചെറിയ പ്രശ്നം, ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പോപ്പുലറായി മാറുന്നത് കൊണ്ട് മടങ്ങി വരണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായാലും അവരുടെ ഈഗോ അതിന് സമ്മതിക്കത്തില്ല. പിന്നെ അവരെ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സ് അതിന് സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു ചെറിയ അപകടം നമ്മൾ എത്ര പ്രാർത്ഥിച്ച് ഇവരെ മടക്കി വരുത്താൻ ശ്രമിച്ചാലും ഇവരുടെ പിമ്പിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദത്തിന് വിരാമം കൊടുക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.